നോക്കച്ചാ, ഈ വിലക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടി. സാധാരണക്കാരെ മനസ്സിലാക്കി സാധാരണക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഇവിടെയും ഇല്ലേ? ലൈബ വെഡിങ് സെന്റർ അല്ലേ? കറക്റ്റ്. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. പോരൂർ പഞ്ചായത്തിലെ തെരുവ് നായ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൈമാറി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പഞ്ചായത്തിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ ഒട്ടനവധി പേർക്ക് പരിക്കേറ്റ സാഹചര്യത്തിലാണ് പരാതി നൽകിയത്. തെരുവ് നായ ആക്രമണം പരിഹരിക്കുന്നതിനോ ആക്രമി നായയെ പിടികൂടുന്നതിനോ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിനോ പഞ്ചായത്ത് അധികാരികൾ ശ്രദ്ധ കാണിച്ചിട്ടില്ലെന്നും ജനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയും വിഷയത്തിൽ ഗൌരവമായി കണ്ടിട്ടില്ലെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. ജനങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതിനും ജനങ്ങൾക്ക് പേടികൂടാതെ പുറത്തിറങ്ങാനുമായി തെരുവ് നായ ആക്രമണ വിഷയത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിച്ച് നായകളെ പിടികൂടി ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. പോരൂർ മേഖലാ സെക്രട്ടറി CP പ്രണവ്, സെക്രട്ടേറിയറ്റ് അംഗം ഷുഹൈബ്, മേഖലാ കമ്മിറ്റി അംഗം സാദിഖ് എന്നിവർ സംസാരിച്ചു. പോരൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ തെരുവ് നായയുടെ അക്രമം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശമായിട്ടുള്ള മേലെണ്ണം, അതുപോലെ തന്നെ രവിമംഗലം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വീടിനകത്ത് വരെ കയറി തെരുവ് നായ മനുഷ്യരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി ഇന്നലെ പരിക്ക് പറ്റിയ 3 ആളുകൾ ചികിത്സയിലാണ്. അതിലൊരു കുട്ടി ഉൾപ്പെട്ടിട്ടുണ്ട്, ഒരു സ്ത്രീ ഉൾപ്പെട്ടിട്ടുണ്ട്, ഒരു വയോധികൻ ഉൾപ്പെടെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിലേറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, ഈ കുട്ടിക്ക് കാലിന് സുഖമില്ലാതെ അതിന്റെ വീട്ടിൽ കട്ടിലിൽ കിടക്കുന്ന കുട്ടിയാണ് നായ വീടിനകത്ത് കയറി ആക്രമിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു ഗുരുതരമായ സാഹചര്യം പോരൂർ പഞ്ചായത്തിൽ നിലവിലുണ്ട്. അതേ തുടർന്ന് ഇന്ന് പോരൂരിന്റെ താളിയംകുണ്ട് എന്നുള്ള പ്രദേശത്ത് വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് മുന്നിലേക്ക് തെരുവ് നായ ചാടിക്കൊണ്ട് അതിലൊരു അപകടം പറ്റിയിട്ടുണ്ട്. ഒരു കുട്ടി തലയ്ക്ക് അപകടമായ ഒരു സാഹചര്യം ഉണ്ടായി. ആശുപത്രിയിൽ ചികിത്സയിലാണെന്നുള്ളൊരു വിവരമാണ് ഇപ്പൊ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഗുരുതര സാഹചര്യം പഞ്ചായത്ത് നിലനിൽക്കുകയാണ്. ഇതിനെ ജനങ്ങൾക്ക് ഒരു സുരക്ഷ ഉറപ്പുവരുത്താൻ, അല്ലെങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെടാൻ ഇങ്ങനത്തെ ഒരു ഭീതി നിലനിൽക്കുമ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി അല്ലെങ്കിൽ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഇന്നതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ വരാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ അക്രമത്തിൽ പരിക്കേറ്റ ആളുകളെ കാണാൻ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥ തലത്തിലും. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.